മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം. മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ അകാരണമായി പോലീസ് മർദ്ദിച്ചു എന്നാരോപിച്ച് തിരൂർ തിരുനാവായ മംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തിരൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. തിരൂർ സെൻട്രൽ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പോലീസ് സ്റ്റേഷന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് സമാധാനപരമായി കാക്കിയിട്ട തമ്മാടികളെ കച്ചകളെ ഒന്ന് പറഞ്ഞേക്കാം ആരോ പറയുന്നത് അറിയാമോ? മാർച്ച് ആലിപ്പറ്റ ജമീല ഉദ്ഘാടനം ചെയ്തു. സുജിത്ത് എന്ന ചെറുപ്പക്കാരനെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടതാണ്. 2023 ഏപ്രിൽ 5 ഈ സംഭവം നടക്കുന്നത്. അതിനുശേഷം CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് ഇത് പുറം ലോകം അറിയുന്നത്. ഇത്രയും ക്രൂരമായ ദൃശ്യങ്ങൾ കണ്ട് കേരളത്തിലെ മനസാക്ഷി തന്നെ മരവിച്ചിരിക്കുകയാണ്. പോലീസ് ക്രിമിനലുകൾ ചെയ്യുന്ന ഇത്രയും ക്രൂരമായ സംഭവങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇത് ഏറ്റവും നീചമായ രീതിയിൽ ഒരു ചെറുപ്പക്കാരനെ അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി അതിക്രൂരമായി ഒരു രാത്രി മുഴുവൻ മർദ്ദിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ കേൾവി നഷ്ടപ്പെട്ടു. ഒരുപാട് ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടായി. എന്തോ ഭാഗ്യത്തിന് അദ്ദേഹത്തിന്റെ ആയുസിന്റെ ഒരു വലിപ്പം കൊണ്ടായിരിക്കും ഒരുപക്ഷെ അദ്ദേഹത്തിന് ജീവൻ തിരിച്ചു കിട്ടിയത്. അഥവാ അദ്ദേഹം ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഇവർ വേറെ രീതിയിൽ ആത്മഹത്യയാണ് എന്നൊക്കെ വരുത്തി തീർക്കും. അങ്ങനെ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇത്തരം സംഭവങ്ങൾ എത്രയോ ഉണ്ടായിട്ടുണ്ട്. സുജിത്തിന്റെ ഈ ആക്രമണം നമ്മൾ കണ്ടതിനു ശേഷം വീണ്ടും പീച്ചിയിലും ഇതുപോലെ ഇതിന് സമാനമായ സംഭവങ്ങൾ നമ്മൾ കണ്ടു. ഹോട്ടൽ ഉടമയുടെ മകനെയും മാനേജറെയും മർദ്ദിക്കുന്ന സംഭവം ഇത് ഇല്ല. കാരണം മൃഗീയം എന്ന് പറയുമ്പോൾ മൃഗങ്ങൾക്ക് പോലും ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല. അവർ ചെയ്യുന്നത് ഒരു പക്ഷേ മൃഗങ്ങൾ ഇന്നും പുലിയും കടുവയും ഒക്കെ അവർക്ക് ഇര പിടിക്കുന്നതിന് വേണ്ടി, അവരുടെ വിഷത്തടക്കുന്നതിന് വേണ്ടിയാണ് അവർ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത്. അതുകൊണ്ട് മൃഗീയം എന്ന് ഒരിക്കലും നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നില്ല. മൃഗങ്ങൾ വിശക്കുമ്പോഴാണ് ഒരു ഇരയെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നത്. ഇതല്ല. എന്താണ് ഇവർ ചെയ്യുന്നത്? എന്തിനാണ് ചെറുപ്പക്കാരനെ മർദ്ദിച്ചത്? അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ, ആ ചെറുപ്പക്കാരൻ ഒരു മണ്ഡലം പ്രസിഡന്റാണ്, പൊതുപ്രവർത്തകനാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ പോലീസ് ആവശ്യമില്ലാതെ ചോദ്യം ചെയ്തു, ഭീഷണിപ്പെടുത്തി. അത് ചോദിക്കാൻ ചെന്നപ്പോഴാണ് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയി വാഹനത്തിലുടനീളം അദ്ദേഹത്തെ മർദ്ദിപ്പിച്ചു. അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അതിക്രൂരമായ രീതിയിൽ അദ്ദേഹത്തിന്റെ എല്ലുകൾ നുറുങ്ങുന്ന രീതിയിലുള്ള ഇടിയും അടിയും ചവിട്ടും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഒരു മനുഷ്യന് നേരെ, ഒരു മനുഷ്യത്വമുള്ള ഒരു മനുഷ്യന് എങ്ങനെയാണ് ചെയ്യാൻ കഴിയുന്നത്? ഇവരൊന്നും മനുഷ്യനല്ല, ക്രിമിനലുകളാണ്. ആ പോലീസുകാർ ഇല്ല, അവരെ ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം അത് പോലീസുകാർക്ക് പോലും അപമാനമാണ്.
വളരെയധികം പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി നീതിയും നിയമവും നടപ്പാക്കുന്നതിന് വേണ്ടി ആഹോരാത്രം കഷ്ടപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥർ നമുക്കിടയിലുണ്ട്. അവർക്കൊക്കെ ഇവരെ പോലീസുകാർ എന്ന് പറയുമ്പോൾ അത് അവർക്ക് അപമാനമാണ്. ഇവരെ പോലീസുകാർ എന്ന് പറയാൻ കഴിയില്ല. ക്രിമിനലുകൾ. അവരുടെ എന്തിനു വേണ്ടിയാണ് അവർ ചെയ്തത്? അവർക്ക് മാനസികമായി സന്തോഷം കിട്ടുന്നതിന് വേണ്ടി. കെ ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് കെ പത്മകുമാർ, യാസർ പൊട്ടച്ചോല, അഡ്വക്കേറ്റ് നസറുല്ല, CM പുരുഷോത്തമൻ, യാസർ പയ്യോളി എന്നിവർ സംസാരിച്ചു. ചെമ്മൽ അഷ്റഫ്, പ്രഭാകരൻ, മോഹനകൃഷ്ണൻ, NK സലീം, NT വാസു എന്നിവർ നേതൃത്വം നൽകി. എല്ലാ പോലീസുകാരും ക്രിമിനലുകളാണ് എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചീത്തപ്പേരുണ്ടാകുന്ന രീതിയിൽ നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ തിരുത്താനുള്ള ഒരു ദൃഢനിശ്ചയം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക് വിനീതമായിട്ട് പറയാനുള്ളത്. പ്രവർത്തനം നടത്തുന്ന സമാധാനപരമായി പ്രവർത്തനം നടത്തുന്ന ആളുകളെ പ്രവർത്തകർ ശാന്തരായിരിക്കണം. നമ്മുടെ പ്രവർത്തകരുടെ പ്രതിഷേധം, രോഷം അതെല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. നമ്മൾ നിയമത്തെ അനുസരിക്കുന്ന പോലീസ് സ്റ്റേഷനുകളിലേക്കും കോൺഗ്രസ് പ്രവർത്തകന്മാർ ഇതുപോലുള്ള ധർണാ സമരങ്ങളും മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉദ്ഘാടക വേണ്ട വിശദമായി കൊണ്ട് തന്നെ ഈ സമരത്തിന്റെ ആവശ്യം എന്താണെന്ന് സംസാരിച്ചു കഴിഞ്ഞു. നമ്മളെല്ലാവരും കണ്ടതാണ്. നമ്മൾ പാവപ്പെട്ട ഒരു യൂത്ത് കോൺഗ്രസിന്റെ ചെമ്മന്നൂർ മണ്ഡലം പ്രസിഡന്റ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലീസ് മൃഗീയമായി മർദ്ദിക്കുന്ന കാഴ്ച നമ്മൾ CCTV ദൃശ്യങ്ങളിൽ ലൈവ് ചാനലായി നമ്മൾ കാണുകയുണ്ട്.